ലാസ്റ്റ് സെക്കൻഡ് പാർട്ടിന്റെ ഇത് കാണിക്കുന്നുണ്ട്. ലെവൽ പക്ക LJP പടമാണ്. ഒളിച്ചടിക്ക് ഒരു രക്ഷയില്ല. പടം സൂപ്പറാണ്. ഒരു അമർചിത്ര കഥ പോലെയാണ് പടം ചെയ്യുന്നത്. ഒരു വേണ്ടസ് എലമെന്റ് കണക്ക് ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ അമ്മാതി ഫ്രെയിം. തീർച്ചയായിട്ടും ഇതിന്റെ ട്വിസ്റ്റ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാൻ പറ്റും. ലാലേട്ടനെ പറഞ്ഞല്ലോ, പിന്നെ ഇപ്പൊ അന്ന് രോമാഞ്ചം തന്നെയാണ് ലാലേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ. കൊള്ളാം പടം ഫാമിലി ആയിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെയാണ് പടം എടുത്തിട്ടുള്ളത്. ഇതൊരു ക്ലാസ് വിത്ത് മാസാണ്. അടിപൊളി പടം, ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അതിൻ്റെ ലാസ്റ്റ് സെക്കൻഡ് പാർട്ടിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി, എന്താ പറയുക, ഒരു സിഗ്നേച്ചർ ഐറ്റം. മേക്കിംഗ് ഗംഭീരം, പെർഫോമൻസ് അതിഗംഭീരം. സൂപ്പർ മൂവിയാണ്, ക്ലാസിക് അടിപൊളിയായിരുന്നു. ഹെവി ഒളിച്ചടിക്ക് ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് പൊളി. പക്ക LJP ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന പടം. ലാലേട്ടൻ അതിനനുസരിച്ച് നല്ല പെർഫോമൻസ് ചെയ്തത്. പടം മൊത്തത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കൊമേഴ്സ്യൽ ടൈപ്പ് അല്ല, ഒരു അമർചിത്ര കഥ പോലെയാണ് പടം ചെയ്യുന്നത്. ഒരു വേണ്ടസ് എലമെന്റ് കണക്ക്. അങ്ങനെ ഒരു ഓരോ ഊരുതോറും മല്ലുവിധം ജയിച്ച് ലാസ്റ്റിലെ ട്വിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ പക്ക എന്ന് വെച്ചാൽ ഒരു LJP വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക വർക്കൗട്ട് ആയിട്ടുണ്ട് പടം. ഈ പടം ഉറപ്പായിട്ടും ഈ പടം നല്ല ഓടേണ്ട പടം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ട്വിസ്റ്റ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാൻ പറ്റും. കാരണം എന്താ പറയുമ്പോൾ ഒരു വലിയൊരു ചോദ്യചിഹ്നം അവസാനത്തിലാണ് വെച്ചിരിക്കുന്നത്. നല്ല പടം. സാധനം നൈസാണ്, ഹെവിയാണ്. കണ്ടന്റ് വൈസ് സാധനം ഹെവിയാണ്. ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ അമ്മാതി ഫ്രെയിം കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് പള്ളിശ്ശേരിട്ട് പടം കുഴപ്പമില്ല, കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. കൊള്ളാം നൈസ് പടമായിരുന്നു. പിന്നെ ലാലേട്ടനെ പറഞ്ഞല്ലോ, പിന്നെ ഇപ്പൊ അന്ന് രോമാഞ്ചം തന്നെയാണ് ലാലേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ. കൊള്ളാം ആക്ഷനൊക്കെ കൊള്ളാം, നല്ല അടിപൊളി. പള്ളി പടം തന്നെ. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കൊള്ളാം പടം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു വ്യത്യസ്തത കഥാപാത്രവും ചേട്ടൻ്റെ പുതിയ എന്തോന്ന് പറയാം, ഒരു വെറൈറ്റി ആയിട്ട് പടം ഫാമിലി ആയിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെയാണ് പടം എടുത്തിട്ടുള്ളത്. സൂപ്പർ പടമാണ്, നല്ല പടം അത്യാവശ്യം നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. ലിജോ ജോസഫ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു വ്യത്യസ്തമായ രീതിയിൽ പുതിയൊരു അവതരണത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. മോഹൻലാൽ എന്ന നടനും വ്യത്യസ്തമായ രീതിയിൽ പുതിയൊരു അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലി കൊണ്ടുവന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. LJP പടം നമ്മൾ LJPയിൽ നിന്ന് എങ്ങനെ നമുക്ക് വിഷ്വൽ എഫക്റ്റും ലാലേട്ടൻ്റെ ഒരു അഭിനയ ആ ഒരു നിമിഷവും കൊണ്ട് മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പടം. ഒന്നും പറയാനില്ല, ഒരു പല്ലിശ്ശേരി സിനിമ. LJP പടമാണ്. കണ്ടത് നിജം, കാണാത്തത് സൂപ്പറാണ്. ലിജോ ജോസ് പടം, ഔട്ട് ആൻഡ് ഔട്ട് ലിജോ ജോസ് പടം. ഒന്നും പറയില്ല, പടം സൂപ്പറാണ്, നന്നായിട്ട് എടുക്കുന്നുണ്ട്. പക്ക ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ. അടിപൊളി കൊട്ടേഷൻ പടം. ലെവൽ കൊള്ളാം, നല്ല പടമാണ്. പക്ക LJP പടമാണ്. കൊള്ളാം.